ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിച്ചപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ പോർച്ചുഗലിലോട്ട് ഞങ്ങളൊക്കെ പോവുകയാണ്. അപ്പം അതിനായിട്ട് രാവിലെ തന്നെ നമ്മളൊരു മാരുതിയുടെ ഒരു വണ്ടി ഞങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു, വാനായിരുന്നു. ഷിൻചാനോടെ പെട്ടെന്ന് ഒന്ന് കയറുക, നമുക്ക് പെട്ടെന്ന് പോർച്ചുഗലിലൊക്കെ പോകേണ്ടുള്ളതല്ലേ ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ പോർച്ചുഗലിലോട്ട് ഞങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ ഗൈസ് നമ്മൾ നേരെ പ്ലേറ്റുകളൊക്കെ കയറിയതിന് ശേഷം ഇവിടുന്ന് വേറെ ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാവരും കാണേണ്ടതാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ഷിൻചാനെ പെട്ടെന്ന് വന്ന് കയറാം. ഇനി നമ്മളെ ജോണും എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വന്ന് കയറിയിട്ടുണ്ട്. ഷിൻചാനെ എല്ലാം അടുത്തല്ലോ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഷിൻചാനും എല്ലാവരും കയറിയിട്ടുണ്ട്. ഷിൻചാൻ, ജോണ്, പിന്നെ പിഞ്ചാൻ, അത്രയും പേരേ ഉള്ളൂ. പിന്നെ ഡോറേമോനുണ്ട് ഗൈസ്, പിന്നെ നമ്മളെ ഡോറി ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ബക്ക ജീവിയും കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയും പേരൊക്കെ ഉള്ളു, വെറും 5-6 പേരാണ്ടേ ഉള്ളു കേട്ടോ ടോട്ടൽ. എന്തായാലും നമ്മളെ പ്രൈവറ്റ് ട്രിപ്പ് ജെറ്റിലും കാളിക്കാണ് പോകുന്നത്. നമ്മളെ ജോൺ അറേഞ്ച് ആക്കി തന്ന ഈ ഒരു ജെറ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ജോണാണ് ഗൈസ് ഈ വണ്ടികളെല്ലാം അറേഞ്ച് ആക്കിയേക്കുന്നത്. ഈ ഒരു മാരുതിയുടെ ഈ ഒരു വാനും ജോണാണ്. അപ്പോൾ ഗൈസ് നമ്മളാണ് ഗൈസ് പ്ലേറ്റ് ഓടിക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് അറിയാം കേട്ടോ ഗൈസ്, എനിക്ക് ഇതൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനിത് വലുതായിട്ട് പോകാത്തതാണ്, പ്രൈവറ്റൊക്കെ ഓടിക്കാൻ എനിക്ക് അറിയാം ഗൈസ്. മറ്റേ പ്ലെയിനൊക്കെ ആണെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് പാടാണ് കേട്ടോ ഗൈസ്. അതൊക്കെ നമ്മൾ കുറേ ദിവസമായി ഗൈസ് ഓടിച്ചിട്ട് കുറേ വർഷങ്ങളായ കണക്കുണ്ട്. എല്ലാവരും വന്ന് കയറി കേട്ടോ. പെട്ടെന്ന് ഷിൻചാനെ എല്ലാവരും എൻ്റെ പൊന്നെ എല്ലാം കയറിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇങ്ങനെ പ്ലേറ്റും കാളൊക്കെ എടുക്കുകയാണ് ഗൈസ്. നമ്മൾ ജോണും ഞാനിവിടെ ആണ് കേട്ടോ ഗൈസ് ഈ ഒരു പ്ലേറ്റും കാളൊക്കെ എടുക്കുന്നത്. അതാണ് ഗൈസ് ഒരു വിറ്റിയില്ല. ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് പോയി ഇരിക്കല്ലേ ഒട്ടും. എനിക്ക് എൻ്റെ പൊന്നോ ഗൈസ്, നമ്മൾ ഈ പ്ലെയിനിനകത്തൊക്കെ പോകുമ്പോൾ അവിടെ ഇടിക്കുന്ന കണക്കാണ് ഗൈസ് എനിക്ക് തോന്നിയത് കേട്ടോ ഗൈസ്. എന്തായാലും ഒന്നും തോന്നിയില്ല. എന്തായാലും ഗൈസ് ഒന്നും പറ്റിയില്ലെന്ന് തന്നെ പറയാം ഗൈസ്. നമ്മൾ ആകാശത്തുകൂടെ ഇങ്ങനെ പറക്കുകയാണ് ഗൈസ്. കൊള്ളാം ഗൈസ്, അടിപൊളി ഒരു വ്യൂ ആണ്. ഇപ്പുറത്ത് ഈ കടലും കഴിഞ്ഞാണ് ഗൈസ് നമ്മൾ അവിടെ പോകുന്നത് കേട്ടോ ഗൈസ്. അതിൻ്റെ പേരെന്താ, പോർച്ചുഗൽ കേട്ടോ ഗൈസ്. പോർച്ചുഗലിലാണ് ഗൈസ് ചെല്ലുന്നത്. അപ്പോൾ നമ്മളാണ് ഗൈസ് ഓട്ടിക്കുന്നത്. ജോണാണെങ്കിൽ ഗൈസ് അപ്പോൾ ജോൺ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. മറ്റേതും പിടിച്ചോണ്ട്, മറ്റേ സ്റ്റിയറിങ് വീഴ് പിടിച്ചോണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ നോക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ സിഗ്നൽ എല്ലാം നമ്മൾ ഓരോന്നും അനുസരിച്ച് പോകണം. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞെന്നാൽ ഗൈസ് മനസ്സിലാവത്തില്ല കേട്ടോ. ഇതൊക്കെ പഠിക്കാതെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഗൈസ്. ഇതിൻ്റെ കോൾസൊക്കെ എടുത്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ പോനെ ഇപ്പോൾ ക്രാഷ് ആവും ഗൈസ്. നമ്മളെ ജോണുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പറത്തുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്നേനാ. കൊള്ളാം കേട്ടോ ഗൈസ്, അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പ്ലെയിനൊക്കെ ഇങ്ങനെ പറത്തി പോവുകയാണ് ഗൈസ്. എൻ്റെ മോനേടാ കടലിൻ്റെ മണ്ടേകളൊക്കെ പോകുമ്പോഴാണ് ഗൈസ് അതിൻ്റെ ഒരു വ്യൂ. കടലിൻ്റെ അടിവീകൂടെ പ്ലെയിൻ പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ ഗൈസ്. ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം കടലിൽ ലാൻഡ് ആവുന്ന കണക്കാണ് ഗൈസ്, ലക്ഷണമൊക്കെ കണ്ടിട്ട് കേട്ടോ ഗൈസ്. എന്തായാലും നമ്മൾ നേരെ എൻ്റെ മോനേടാ കടലിൻ്റെ മണ്ടേ കയറിയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാനങ്ങനെയാണെങ്കിൽ ഗൈസ് ഈ ഒരു സിറ്റിയിലും ആളൊക്കെ വന്നായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം അവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഗൈസ് നമ്മൾ എയർപോർട്ടിൻ്റെ എല്ലാ പാസിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗൈസ് അപ്പം നമുക്ക് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നമ്മളെ ജോൺ അറേഞ്ച് ആക്കി തന്നായിരുന്നു. അപ്പോൾ അതിലാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗൈസ്. ഇതിന് പേരൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്. നിങ്ങളുടെ പേര് പറയുന്ന കമൻറ്റ് ഇടുന്ന ഏത് പേരാണോ അതുങ്ങൾക്ക് ഈ ഒരു ബസ്സിന് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് പോവുകയാണ് ഗൈസ്. എൻ്റെ മോനെടാ ഗൈസ്, നമ്മൾ മാത്രമല്ല ഗൈസ്, ഇവിടെ ആണെങ്കിൽ ജോണിൻ്റെ ഏതാണ്ട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാണ് ഗൈസ് ഈ ഒരു വണ്ടികളൊക്കെ സെറ്റാക്കി തന്നാൽ. അപ്പം അവരും കൂടെ ഉണ്ടെന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനി അവരെ കൂടെ കയറ്റിക്കൊണ്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അല്ലാതെ നമ്മൾ മാത്രം കൈവീശി പോവുകയല്ല, അവരെ കൂടെ കയറ്റിയാണ് ഗൈസ് പോകുന്നത്. നമ്മൾ ഇച്ചിരി ഹോണൊക്കെ നമ്മൾ അടിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അടിപൊളി ഹോണൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ പോവുകയാണ്. കുറേ ഹേണോട് നമ്മൾ വോക്കലാക്കിയാണ് ഗൈസ് ചെയ്തേക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളിവിടെ ആണെങ്കിൽ കുറേ ബിൽഡിങ് സ്കൂളുകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നേരെ ഇങ്ങനെ വളച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് ഗൈസ്. നമ്മളെ കൊന്തയൊക്കെ കിടന്ന് ആടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അടിപൊളി ഒരു വണ്ടിയാണ് ഇത്. അപ്പം നമ്മളാണെങ്കിൽ ഇവിടുന്ന് ആൾക്കാരെ എടുക്കണം. എൻ്റെ പൊന്നു ഗൈസ്, അപ്പം നമ്മൾ വളച്ചില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ വളയ്ക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണെങ്കിൽ സെഡാസ്റ്റർ വണ്ടികളുമാണ്. അപ്പം ഇതൊരു അശോക് ലാൻഡിൽ നിന്ന് ഇറക്കിയതാണെന്നാണ് ഇവൻ പറയുന്നത്. ഇവനല്ലേ ഗൈസ് പറയുന്നത്, എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടാണ്ടെയാണ് ഒരു ഫാമിലികളൊക്കെ നിൽക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ജോണിൻ്റെ അപ്പോൾ ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ സിഗ്നൽ ലൈറ്റുകളൊക്കെ കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ സിഗ്നൽ ലൈറ്റിൻ്റെ അവിടെ പെട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. വൈപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വൈപ്പർ ഇടുമ്പോൾ നമ്മൾ നെയിം ബോർഡുകളൊക്കെ കത്തും കേട്ടോ. അപ്പോൾ നമ്മൾ വൈപ്പറുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നെയിം ബോർഡിൻ്റെ കളർ ഇതാണ് ഗൈസ്, ചുമപ്പും വെള്ളയും കൂടെ ആണ് ഗൈസ് നമ്മളെ നെയിം ബോർഡിൻ്റെ കളർ. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടികളൊക്കെ എടുക്കാം കേട്ടോ ഗൈസ്. അപ്പം നേരെയാണ് ഗൈസ് പോകേണ്ടുള്ളത്.
ഗൈസ് ഇവിടുന്ന് വളയ്ക്കണ്ട, നമ്മൾക്ക് ഇനി നേരെയാണ് ഗൈസ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ തന്നെ അങ്ങ് പോവുകയാണ്. ഇനി ഗൈസ് ഇവിടുന്ന് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഗൈസ് വളയണം കേട്ടോ. ഗൈസ് അപ്പം ഇവിടെ ആണ് കേട്ടോ ഗൈസ് ആ ഒരു ബിൽഡിങ്ങും കാണാൻ വരുന്നത്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഒരു സിറ്റി പോലെ എന്താണ് ഗൈസ് ഇതിനെന്താ പറയുന്നത് എനിക്കറിഞ്ഞ ഒരു വില്ലേജ് കണക്കാണ് ഗൈസ് ഇവിടെ എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു കോളനി ഏരിയ കണക്കൊക്കെയാണെന്ന് പറയാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഒരു മിററും കാലൊക്കെ ഇടിച്ച് ചളങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഫാമിലിയും കാലൊക്കെ നിൽപ്പുണ്ട്. നമ്മളെ വണ്ടിയുടെ ബാക്കും കാലൊക്കെ കൊള്ളാം, ഫ്രണ്ടും ഗൈസ് അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടുന്ന് ഗൈസ് വളച്ചെടുത്ത് ഇന്ന് ഇവരെയും കയറ്റിക്കൊണ്ട് പോകണം കേട്ടോ ഗൈസ്. അപ്പം ഇവരെ കൂടെ കയറ്റുമ്പോൾ വണ്ടി എല്ലാവരും നിറയും കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ വണ്ടിക്കാണെങ്കിൽ ഓവർ സ്പീഡാണ് കേട്ടോ ഗൈസ്. ബ്രേക്ക് പിടിച്ചാലും പാടാണ് ഗൈസ് കിട്ടാൻ. എന്തായാലും ഇവിടെ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനി അവരെല്ലാവരും കയറിയണം ഗൈസ്. അങ്ങനെ അവരെല്ലാവരും കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടുള്ളത് ഗൈസ്. എവിടോട്ടാ പോകണം കേട്ടോ ഗൈസ്. ഈ മാപ്പ് നോക്കിയാണ് ഗൈസ് പോകേണ്ടുള്ളത്. എവിടെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളെ റൊണാൾഡോയുടെ വീട്ടിൻ്റെ അടുത്തായിട്ടാണ് ഗൈസ് പോകേണ്ടുള്ളത്. അത് മാത്രം അറിയാം ഗൈസ്, വേറെ വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇനി നേരെ നമ്മൾ ഇവിടുന്ന് കാലൊക്കെ ഇറങ്ങണം. എൻ്റെ മോനടാ ഗൈസ് റിവേഴ്സ് കയറിയിട്ടുകൊണ്ടാണ് ഗൈസ് നമ്മൾ ആക്സിലേറ്റർ വയ്ക്കുക. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ നേരെ നമ്മളെ ഡ്രൈവിംഗ് മോഡും കാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. അപ്പം ഇവിടെയൊക്കെ ചെക്ക് പോസ്റ്റും കാലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പാസും കാലൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ വൈപ്പറും കാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വൈപ്പറാണ് ഗൈസ്. ഈ വൈപ്പറും കാലൊക്കെ ആടത്തില്ല ഗൈസ്, അല്ലാതെ തന്നെ വെള്ളം അബ്സോർബ് ആയി ഇങ്ങ് പൊയ്ക്കോളും. അപ്പം നമ്മൾ നെയിം ബോർഡും ആ വൈപ്പർ ഇടുമ്പം കത്തും കേട്ടോ ഗൈസ്. അപ്പം അതങ്ങനത്തെ ഒരു രീതിയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ വണ്ടി ലുക്കാക്കി വെച്ചേക്കിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് വണ്ടി വളയ്ക്കണം ഗൈസ്. ഏതെങ്കിലും വണ്ടി വന്ന് ഇടിക്കുകയാണെങ്കിൽ ഗൈസ് നമ്മൾ തെറിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ സൈഡ് വ്യൂ എല്ലാം ഗ്ലാസ്സും എല്ലാം നോക്കിയിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ആൾക്ക് നമ്മൾ നൈസിന് സൈഡിൽ നോക്കിയാണ് ഗൈസ് ഇവിടുന്ന് വളയ്ക്കുന്നത്. അല്ലെങ്കിൽ ഈ പോസ്റ്റിലേക്ക് ഇടിച്ച് ഗൈസ് നമ്മൾ വണ്ടി ഫുള്ള് സ്ക്രാച്ച് വീരും. പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ അകത്ത് ചെല്ലുന്ന ഇരിക്കേണ്ടുള്ളതായിരുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഇനി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ വിടുകയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.